Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to Lectures by Dr. S.G. In today's lecture, we are going to discuss about the conservation laws in physics. What are conservation laws? In any physical process involving different forces, some physical quantities remain unchanged with time. Such quantities are called conserved quantities, and the laws which governs of the conservation of these quantities is called കൺസർവേഷൻ ലോസ്. ഞാൻ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ മെയിൻലി ദർ ആർ ഇൻ ക്ലാസിക്കൽ ഫിസിക്സ് വി യൂഷ്വലി ഡീൽ വിത്ത് 4 കൺസർവേഷൻ ലോസ്. 4 കൺസർവേഷൻ ലോസ് ആണ് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് എനർജി. സെക്കൻഡ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. തേർഡ് വൺ ഇസ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. ആൻഡ് ഫോർത്ത് വൺ ഇസ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അത് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു എക്സാമ്പിളാണ്, പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഡാമിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തുന്നത്. So when we are constructing dams, we restrict the flow of water, അല്ലേ? റെസ്ട്രിക്റ്റ് ചെയ്യാണ് at a particular height. So due to the height difference from the sea level, this water body contains an energy due to virtue of its position, due to this height difference, and that energy is called potential energy. So virtue of this position or height, the water body acquires an energy which is called the potential energy. While you are opening the dams, this water flows towards the earth, not earth, flows towards the ground. അല്ലേ? താഴേക്ക് ഒഴുകും. That time the kinetic energy, the potential energy changed into kinetic energy. So as the height is gradually decreasing, its kinetic energy is gradually increasing. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ. അതായത് പൊട്ടൻഷ്യൽ എനർജി കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി കൂടുകയാണ്. ആ കൈനറ്റിക് എനർജി വെച്ചിട്ടാണ് നമ്മുടെ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസർവേഷൻ ഓഫ് എനർജി. സോ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരിക്കലും ഇത് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അനദർ. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇനി നെക്സ്റ്റ് വൺ ഏതാന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തോക്കെടുത്തിട്ട് വെടിവെക്കുമ്പം നമ്മൾ തോക്കെടുത്ത് വെടിവെക്കുന്ന കാര്യമല്ല. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സിബിഷനൊക്കെ പോകുമ്പോൾ അവിടെ കുറെ ബലൂൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ തോക്കെടുത്തിട്ട് അത് വെടിവെച്ച് പൊട്ടിക്കാറുണ്ട്. ഓക്കെ, ആ സമയത്ത് ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകും വിത്ത് എ പർട്ടിക്കുലർ വെലോസിറ്റി. ബുള്ളറ്റിന്റെ സൈസ് വളരെ ചെറുതാണ്, മാസ് വളരെ ചെറുതാണ്, ബട്ട് ഇറ്റ് ട്രാവൽസ് വിത്ത് ഹൈ വെലോസിറ്റി, മൂവ്സ് വിത്ത് ഹൈ വെലോസിറ്റി. അറ്റ് ദ ടൈം ഈ തോക്കുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്, അത് നമ്മളെ പുറകോട്ട് വരും, ഇല്ലേ? മുന്നോട്ടൊരു ഫോഴ്സ് അങ്ങോട്ട് പോയപ്പോൾ ഇത് ഇച്ചിരി പുറകോട്ട് വന്നു. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ നമ്മുടെ ബുള്ളറ്റിന്റെ മാസ് വളരെ ചെറുതായതുകൊണ്ട് വെലോസിറ്റി കൂടുതലാണ് ടു കൺസേർവ് ലീനിയർ മൊമെന്റം. അതേസമയം നമ്മുടെ തോക്ക് റൈഫിൾ വരുമ്പോൾ മാസ് ഇസ് ഹയർ ദാൻ ദ ബുള്ളറ്റ്, സോ വെലോസിറ്റി ഇസ് ലെസ്. ഇച്ചിരി ഇങ്ങോട്ട് പുറകോട്ട് വരും, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ, വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഫോർ ഡീറ്റെയിലിംഗ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. P is equal to mv, mass into velocity, അല്ലേ? mass into velocity. That is, if no external force acts on a system, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും വരരുത് കേട്ടോ. ഞാനിതെടുത്ത് റൈഫിൾ എടുത്തിട്ട് ബലൂൺ പൊട്ടിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് എന്നെ പിടിച്ച് ഉന്തിയാല് ഫോഴ്സ് തന്ന കാര്യമെല്ലാം മാറി. ഓക്കെ, എൻ്റെ റൈഫിൾ നീക്കിയ കാര്യമെല്ലാം മാറി. അപ്പോൾ ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ എ സിസ്റ്റം, then its in linear momentum is conserved. ഇനി നെക്സ്റ്റ് നോക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ്
ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന പേര് വരുന്നത് തന്നെ, ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ എന്ന പേര് കേട്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ഈസ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷൻ വരുന്ന കേസുകളിലാണ് വി വിൽ ഡിസ്കസ് അബൌട്ട് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സിലറേഷൻ, ആംഗുലാർ മൊമെന്റം. ഈ ആംഗുലാർ എന്ന ടേം വരുന്നത് എല്ലാം റൊട്ടേഷന്റെ കേസിലാണ്. ആംഗുലാർ മൊമെന്റത്തിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മൾ അത്ലറ്റ്സ് ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യത്തില്ല, വളരെ ഫാസ്റ്റ്ലി ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ആ സ്പിന്നിങ്ങിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, കൈ ഇങ്ങനെ അടുത്തോട്ട് ഹോൾഡ് ചെയ്ത് വെക്കും. സോ their velocity, their spinning velocity will increase. ഇനി if they want to decrease the velocity, അന്നേരം എന്ത് ചെയ്യും, അവർ ആ കൈ ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം വെലോസിറ്റി ഗ്രാജുവലി കുറഞ്ഞു വരും. ഇത് ആക്ച്വലി കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് ആണ്. ആംഗുലാർ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L is equal to I ഒമേഗ എന്നാണ് വരുന്നത്. ഇത് മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഇത് ആംഗുലാർ വെലോസിറ്റിയുമാണ്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുമ്പം ആംഗുലാർ വെലോസിറ്റി കൂടും. ആംഗുലാർ വെലോസിറ്റി വെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ വിൽ ഇൻക്രീസ്. അതാണ് അതിന്റെ കൺസെപ്റ്റ്. This is law of if no external torque acts on the system. നേരത്തെ ഞാൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാ പറഞ്ഞ ലീനിയർ മൊമെന്റത്തിന്റെ കേസിൽ, ഇവിടെ ഞാൻ എക്സ്റ്റേണൽ ടോർക്ക് എന്നാ പറയാം. കാരണം റൊട്ടേഷന്റെ കേസിൽ ടോർക്ക് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിൽ നമുക്ക് എന്താണ്, ഇത് നിങ്ങൾ ദിസ് ടോപ്പിക് വിൽ ലേൺ ഇൻ ഡീറ്റെയിൽ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇൻ +2 physics. Okay, at that time you will learn detail about, നിങ്ങൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിക്കും. ഇപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, the total charge of an isolated system is constant. ചാർജ് എന്ന് പറയുന്നത് ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് നമ്മൾ പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഇതാണ് 4 ലോസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി ഇൻവെന്റ് ചെയ്തപ്പം കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നു. ആൻഡ് കൺസർവേഷൻ ഓഫ് മാസിൽ നിന്നാണ് ഐൻസ്റ്റീൻ E = mc² എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ കൊണ്ടുവന്നത്. അതിന് നമ്മുടെ ഇവിടെ ചുറ്റും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, next we are going to discuss about the relation between conservation laws and symmetries of nature. Symmetry എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഇമാജിനിങ് എ ഫുട്ബോൾ, then and if you are cutting the football through its center, then the left portion is exactly a replica of the right portion. So അതിനാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ സിമെട്രി കൊണ്ട് ഈ കൺസർവേഷൻ ലോസ് തമ്മിൽ കുറച്ച് റിലേഷൻ ഉണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് കുറച്ച് പറഞ്ഞുതരാം. അതായത് ഹോമോജനിറ്റി ഓഫ് ടൈം ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് എനർജി. അതായത് ഹോമോജനിറ്റി ഓഫ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഫ് യു ആർ ഡൂയിങ് എൻ എക്സ്പെരിമെന്റ് ഹിയർ ഇറ്റ് സെൽഫ് ആൻഡ് ഐ ഗോട്ട് എ വാല്യൂ, എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടിയെന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് ബി G, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു 9.8 m/s², എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി. ആൻഡ് after 1 year I again do this experiment with the same place itself. ഇവിടെ തന്നെ വെച്ച് ഞാൻ അതേ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സെയിം റിസൾട്ട് കിട്ടും. ആ സെയിം റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ദർ ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് ടൈം. ടൈമിന് ഒരു വേരിയേഷൻ വന്നു, 1 വർഷം കഴിഞ്ഞു, പക്ഷേ ദ റിസൾട്ട് വിൽ ബി ദ സെയിം. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നതാണ് ഹോമോജിനിറ്റി ഓഫ് ടൈം. ദിസ് ഹോമോജിനിറ്റി ഓഫ് ടൈം ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് എനർജി. And next is homogeneity of space, SPAC. Homogeneity of space leads to conservation of linear momentum. Homogeneity of space means നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അതായത് നമ്മുടെ എർത്തിൽ നിന്നാലും there is gravitation, മൂണിൽ പോയാലും there is gravitation. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. But the value will be changing, but the law is same, അല്ലേ? സെയിം ആണ്. അപ്പൊ അങ്ങനെയുള്ള അതിനാണ് ഹോമോജിനിറ്റി ഇൻ സ്പേസ്. യൂണിവേഴ്സ് മൊത്തം ഒരു സിമെട്രി ആയിട്ട് ഇരിക്കുന്ന കേസുകളാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ആൻഡ് നെക്സ്റ്റ് ഇസ് ഐസോട്രോപ്പി ഓഫ് സ്പേസ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഐസോട്രോപ്പി ഓഫ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡയറക്ഷൻ അനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ കൺസിഡർ ചെയ്യുകയാണ്. ഒരു സ്പിയർ കൺസിഡർ ചെയ്തിട്ട് അതിനകത്തെല്ലാം യൂണിഫോംലി ചാർജ് സ്പിയേഴ്സ് ഇങ്ങനെ ഞാനിപ്പോൾ വരയ്ക്കുമ്പോൾ യൂണിഫോം ആവണമെന്നില്ല, യൂണിഫോംലി ചാർജ് സ്പിയേഴ്സ് ആണ് ഇരിക്കുന്നതെങ്കിൽ, എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഏത് ഡയറക്ഷൻ എടുത്താലും അത് ഒരു സിമെട്രി ആയിരിക്കും, ഒരുപോലെ ഇരിക്കും. അങ്ങനെയുള്ളതാണ് ഈ ഐസോട്രോപ്പി ഓഫ് സ്പേസ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ വേരിയേഷൻ ഇൻ എനി പർട്ടിക്കുലർ ഡയറക്ഷൻ ആൻഡ് ദാറ്റ് കൺസെപ്റ്റ് ലീഡ്സ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മാത്സ് ഓഫ് ഫോളോയിങ്ങിൽ ചോദിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണിത്. കൺസർവേഷൻ ഓഫ് ടൈം ലീഡ്സ് ടു ഹോമോജിനിറ്റി ഇൻ സ്പേസ് ലീഡ് ടു വിച്ച് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സോ യു ഹാവ് ടു ലേൺ ദിസ് കറക്റ്റ്ലി. So with this lecture, we discusses about the physical world, the word science, where it comes from, then the word physics, where it comes from, then the four fundamental forces in nature, and then the conservation laws, and also the relation between the homogeneity, relation between symmetries of nature and conservation laws. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.